നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ശിവരാത്രി മഹാമഹത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കൊല്ലവർഷം 1200 കുംഭം 14-ാം തീയതി, അതായത് 2025 ഫെബ്രുവരി 26-ാം തീയതി ബുധനാഴ്ച, തിരുവോണം നക്ഷത്രവും കൃഷ്ണപക്ഷ ചതുർദശി തിഥിയും വരുന്ന ദിവസമാണ് മഹാശിവരാത്രിയായി ആഘോഷിക്കുന്നത്. ഫൽഗുണ കൃഷ്ണ ചതുർദശി എന്ന പേരിലും അറിയപ്പെടും. അന്നേ ദിവസം ശിവഭഗവാന് കോടിക്കണക്കിന് സൂര്യന്മാർക്ക് തുല്യമായ ശക്തിയുള്ള ശിവലിംഗത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് മഹാശിവരാത്രി നാളിൽ ഒരുപാട് കോടിക്കണക്കിന് തുല്യമായ സൂര്യോർജം ഉള്ള ആ ഒരു അത്രയും വലിയ ഒരു ശക്തിയായി ശിവലിംഗം സ്വരൂപത്തിൽ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഈ ശിവരാത്രിയുടെ മാഹാത്മ്യം. ഇപ്പം ആണെങ്കിൽ നമുക്കറിയാം, 144 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കുംഭമേള ഈ ശിവരാത്രിയോടുകൂടി അവസാനിക്കും. ജനുവരി 13-ന് ആരംഭിച്ചതാണ്. 2025 ജനുവരി 13-ന് പ്രയാഗ്രാജിൽ ആരംഭിച്ച കുംഭമേളയോടനുബന്ധിച്ച് നടക്കുന്ന, അത് 144 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കുംഭമേളയോടനുബന്ധിച്ചുള്ള ശിവരാത്രിയാണിത്. ഈ ശിവരാത്രിയോടുകൂടി ഈ പ്രയാഗ്രാജിലെ തീർത്ഥസ്നാനം അവസാനിക്കുകയാണ്. അപ്പൊ അത്ര ഗംഗയും യമുനയും സരസ്വതിയും 3 നദികളുടെ സംഗമസ്ഥാനമായ പ്രയാഗ്രാജിൽ മുങ്ങി പുണ്യം നേടുക എന്നുള്ളത് ഈ ശിവരാത്രിയുടെയും ഈ കുംഭമേളയുടെയും ഒക്കെ പ്രാധാന്യമാണ്. അങ്ങനെ ഒരുപാട് ജനങ്ങൾ, ലക്ഷക്കണക്കിന് ജനങ്ങൾ പ്രയാഗ്രാജിൽ പോയി മുങ്ങി മോക്ഷമൊക്കെ കിട്ടിയതിന് ശേഷം, അവരുടെ പുണ്യങ്ങളെല്ലാം നേടിയതിന് ശേഷമാണ് ശിവരാത്രിയോടുകൂടി ഇത് അവസാനിക്കുകയാണ്. അപ്പൊ ആ ശിവരാത്രി നാളിൽ തീർച്ചയായിട്ടും ഒരു ദിവസം പൂർണ്ണ ഉപവാസം എടുക്കുക. ബുധനാഴ്ച 2025 ഫെബ്രുവരി 26-ാം തീയതി പൂർണ്ണ ഉപവാസം എടുത്ത് ഭഗവാനെ പ്രാർത്ഥിച്ച് നമശിവായ 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 ജപിച്ച് പ്രാർത്ഥിക്കുകയും കൂവളത്തില കൊണ്ട് അർച്ചന ചെയ്യുകയും അതുപോലെ തന്നെ ജലധാര, ക്ഷീരധാരയൊക്കെ ഭഗവാനെ അഭിഷേകം ചെയ്യുക. അങ്ങനത്തെ ധാരയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഭഗവാൻ സന്തുഷ്ടനാകുകയും എല്ലാവിധ സൗഭാഗ്യങ്ങളും എല്ലാവർക്കും നൽകുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. നമ്മുടെ പാപങ്ങൾ മാറുക എന്ന് മാത്രമല്ല, അതേ ദിവസം വരെ നമ്മൾ ഈ ശിവരാത്രി നാൾ വരെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ ദോഷങ്ങൾക്കും ഒരു ശമനം അല്ലെങ്കിൽ ഒരു പാപ വിമുക്തി കിട്ടുകയാണ്. പാപങ്ങളിൽ നിന്നൊരു മുക്തി കിട്ടുന്നതായിട്ട് നമുക്ക് തോന്നും. തിന്മകളിൽ നിന്ന് നമുക്ക് മുക്തി നേടുന്നതായി തോന്നും. അതുപോലെ തന്നെ നമ്മുടെ പൂർവികർക്ക് മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പിതൃതർപ്പണം കൂടി ചെയ്തു കഴിഞ്ഞാൽ വളരെ പുണ്യമാണ്. വ്യാഴാഴ്ച അമാവാസി നാളിൽ ശിവരാത്രി നൊയമ്പ് നോറ്റതിന് ശേഷം പുലർച്ചെ തർപ്പണം കൂടി ചെയ്താൽ എല്ലാ പിതൃക്കൾക്കും മോക്ഷം കിട്ടുകയും ചെയ്യും. പ്രധാനപ്പെട്ട 4 വാവുകൾ കർക്കിടക മാസത്തിലെ കർക്കിടക വാവ്, അതുപോലെ തന്നെ തുലാമാസത്തിലെ ദീപാവലി, അതുപോലെ കുംഭമാസത്തിലെ ശിവരാത്രി, ഇതൊക്കെ പിന്നെ ഓരോ വ്യക്തിയും മരിച്ച ആ തിഥി കഴിഞ്ഞിട്ടുള്ള അമാവാസി, ഇതെല്ലാമാണ് 4 വാവുകൾ നമുക്ക് തന്നിരിക്കുന്നത് പിതൃകർമ്മങ്ങൾ ചെയ്യുന്നതിന്. അപ്പം ആ പിതൃകർമ്മങ്ങളെല്ലാം 4 വാവിനും ചെയ്തത് എന്ന് വെച്ചിട്ട് ഏറ്റവും പുണ്യം തന്നെയാണ്. ഒന്നിനു പോലും ചെയ്യാതിരിക്കരുത്. കാരണം പിതൃക്കൾ കൺകണ്ട ദൈവങ്ങളാണ്. ആ പിതൃക്കൾക്ക് മോക്ഷം കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ സന്തതി പരമ്പരകൾക്ക് എല്ലാവിധ സന്തോഷവും ഉണ്ടാവുകയുള്ളൂ. അവർ വർഷത്തിലൊരിക്കൽ എൻ്റെ കുട്ടികൾ എന്നെ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരെല്ലാവരെയും കാണാൻ വരുന്ന ദിവസമാണ്. അവർക്ക് ഭക്ഷണം കിട്ടുന്ന ദിവസമാണ്. അവരെ ഓർക്കുന്ന ദിവസമാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ ചെയ്ത് ഉപവാസമെടുത്ത് വ്രതമിരുന്ന് പ്രാർത്ഥനയെല്ലാം ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ കുളിച്ച് തർപ്പണം ചെയ്യുമ്പോൾ ആ പുണ്യം മുഴുവൻ പിതൃക്കൾക്ക് കിട്ടുകയും മോക്ഷം കിട്ടാതിരുന്ന പിതൃക്കൾക്ക് മോക്ഷം കിട്ടും. അവർക്ക് മോക്ഷം കിട്ടും. പിതൃപ്രീതി വരുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടന്നിരുന്ന എല്ലാ
കാര്യങ്ങളും നല്ല രീതിയിൽ വരികയും ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, കുടുംബജീവിതത്തിലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെല്ലാം ഒരു ശമനം ഉണ്ടാവും. കാരണം ശിവഭഗവാൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ക്ഷിപ്രപ്രസാദിയും കോപിയുമാണെങ്കിലും കോപം വന്നാൽ അല്പസമയം മാത്രമേ നിൽക്കുകയുള്ളൂ. പക്ഷെ അനുഗ്രഹങ്ങൾ വാരിച്ചൊരിയുന്ന, വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ശിവഭഗവാന്റെ ശിവരാത്രി നാളിൽ ഒരു കൂവളത്തിലെങ്കിലും ഭഗവാന് സമർപ്പിച്ച് പിൻവിളക്കിൽ എണ്ണയൊക്കെ കൊടുത്ത് ജലധാരയും അതുപോലെ പറ്റുന്നത്രയും അഭിഷേകമൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കൂ. കഴിയാത്തവർ, നമുക്ക് ക്ഷേത്ര ദർശനം സാധ്യമായില്ലെങ്കിൽ മാനസ പൂജയായിട്ടെങ്കിലും ശിവരാത്രി നാളിൽ കർമ്മങ്ങൾ ചെയ്യൂ. എല്ലാ ഫലങ്ങളും കിട്ടും. പിതൃക്കൾക്ക് വേണ്ടി ഇനി പുണ്യനദിയിൽ പോയി കർമ്മങ്ങൾ ചെയ്യാൻ കഴിയാത്തവർ ബാത്റൂമിൽ ഇരുന്നിട്ട് തന്നെയാണെങ്കിലും വെള്ളജലത്തെ ഗംഗേ ജയമുനേ ചൈവേ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധം ഗുരു എന്ന് പറഞ്ഞ നദിയിലെ വെള്ളത്തെ പുണ്യവെള്ളമായി ഗംഗാതീർത്ഥമായി 7 സപ്തനദികളിലെയും പുണ്യനദികളിലെയും തീർത്ഥമായി മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥന ചെയ്തതിന് ശേഷം തർപ്പണം ചെയ്യുക. അതുപോലെ ഇനി നമ്മൾക്ക് ഉപകാരം ചെയ്യുവാൻ മാത്രമല്ല, അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക്, ദുർമരണപ്പെട്ടവരൊക്കെ ആണെങ്കിൽ മോക്ഷം കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ, മക്കളോ കൊച്ചുമക്കളോ ഇല്ലാതെ മരണപ്പെട്ടു പോയിട്ട് കർമ്മങ്ങളൊന്നും ചെയ്യാൻ വയ്യാത്തവർക്ക് പോലും സ്വധയേ നമ എന്ന ലളിതാ സഹസ്രനാമത്തിലെ ലളിതാംബികയുടെ ഒരു പേരായ സ്വധാദേവിയെ വിളിച്ചിട്ട് ഒരു തർപ്പണം കൂടി ചെയ്യുമ്പോൾ തീർച്ചയായും മോക്ഷം കിട്ടും. അതും കൂടി ചെയ്യാൻ നമുക്ക് സാധിക്കണം. എല്ലാ മാറ്റങ്ങളും നമ്മൾക്ക് പിതൃക്കളും സർപ്പദൈവങ്ങളും കൺകണ്ട ദൈവങ്ങളാണ്. അവരുടെ പ്രീതി വന്നാൽ കുടുംബമെല്ലാം സന്തോഷപൂർണമാകും. അതിന് എല്ലാവരും മനസ്സറിഞ്ഞ് നന്നായി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയോടുകൂടി തന്നെ ഞാൻ പറഞ്ഞല്ലോ, വീടുകൾ അമ്പലങ്ങളിൽ പോയി ചെയ്യണമെന്ന് നിർബന്ധമില്ല. മനസ്സിൽ ഭഗവാനെ കുടിവെച്ചുകൊണ്ട് ഭഗവാന് തർപ്പണം ചെയ്യുന്നതായി ഭഗവാന് അർച്ചന ചെയ്യുന്നതായി സങ്കല്പിക്കുക. നമശിവായ നമശിവായ എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിക്കുക. പഞ്ചാക്ഷരിയുടെ തന്നെ വിശദമായ നാഗേന്ദ്രഹാരായ അത് മുഴുവൻ ചൊല്ലുക. അതുപോലെ തന്നെ ശിവാഷ്ടകം, ലിംഗാഷ്ടകം ഒക്കെ ജപിക്കുന്നത് വളരെ വളരെ പുണ്യം കിട്ടുന്നതാണ്. അതുപോലെ ശിവപുരാണം വായിക്കുന്നതും നല്ലതാണ്. അപ്പം തീർച്ചയായിട്ടും അതിനൊക്കെ സാധിക്കട്ടെ. ഇനി ഈ 2025 ഫെബ്രുവരി 25 മുതൽ പിന്നെ പിറ്റേ ദിവസം വരെയാണല്ലോ ഈ ഇത് നിൽക്കുന്നത്. അപ്പം ആ വാവിന് ബലിയിടലും കൂടി കഴിഞ്ഞ് വരുമ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്ക് എന്തെല്ലാം ഗുണഫലങ്ങളാണ് വരുന്നതെന്ന് നമുക്കറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുംഭൻ രാശിയിലേക്ക് ഇപ്പം സൂര്യനും ബുധനും നിൽക്കുന്നുണ്ട്. അപ്പം ആ സൂര്യൻ്റെയും ബുധൻ്റെയും ബുധൻ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ബുധൻ കുംഭൻ രാശിയിലേക്ക് വന്നിട്ടുണ്ട്. ആ ബുധൻ്റെയും കൂടെയുള്ള യോഗം എന്തൊക്കെ ഗുണഫലങ്ങൾ 12 രാശിക്കാർക്ക് നൽകുമെന്നുള്ളതിനെ കുറിച്ചും കൂടി നമുക്കൊന്ന് വിശദമായി മനസ്സിലാക്കാം. ശിവരാത്രി കഴിയുമ്പോൾ 27 നക്ഷത്രക്കാർക്ക്, അതായത് 12 രാശിക്കാർക്ക് ഉണ്ടാകാവുന്ന ഗുണഫലങ്ങളെ കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. മേടം രാശിക്കാർക്ക് ഈ കുംഭമാസം, അതായത് ശിവരാത്രി കഴിയുമ്പോഴുണ്ടാകുന്ന എന്തൊക്കെ ഗുണഫലങ്ങളാണ് എന്ന് നോക്കാം. ശിവരാത്രി നാളിൽ ഇപ്പം വൈക്കം മഹാദേവ ക്ഷേത്രം, അതുപോലെ തന്നെ ആലുവ ശിവരാത്രി, അതുപോലെ എല്ലാ പ്രധാനപ്പെട്ട എല്ലാ ശിവക്ഷേത്രത്തിലും വളരെ വിശേഷമുള്ള ദിവസമാണ്. ഈ ദിവസം ശിവഭഗവാനെ പ്രാർത്ഥിക്കുകയും പഞ്ചാക്ഷരി മന്ത്രം എഴുതുകയോ ലിഖിത ജപമോ അല്ലെങ്കിൽ ജപിക്കുകയോ അഷ്ടോത്തരം ജപിക്കുകയോ ലിംഗാഷ്ടകം ജപിക്കുകയോ അല്ലെങ്കിൽ ഉപവാസം എടുത്തുകൊണ്ട് തന്നെ ശരിക്കും ഭഗവാന്റെ ശിവപുരാണം വായിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഫലങ്ങൾ. ഇതിനൊന്നും സാധിക്കാത്തവർ മാനസപൂജയായിട്ടാണെങ്കിലും ഭഗവാന് കുവളത്തില സമർപ്പിച്ച് നമഃശിവായ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചാൽ ഉണ്ടാകാവുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് മേടം രാശിക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാകും. കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും കൈവരും.
ഔദ്യോഗികമായിട്ട് ഒരു സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള ഒരു സ്ഥാനമാറ്റമോ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായിട്ട് യാത്രകൾ ചെയ്യേണ്ടതായും വന്നേക്കാം. പിന്നെ സഹപ്രവർത്തകരുമായിട്ട് ഒരു നല്ല ഐക്യത്തിലുണ്ടാവുകയും അവരുടെയും കൂടെ സഹകരണത്താൽ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി ഭംഗിയായി ചെയ്തുകൊണ്ട് സമയത്തിന് മുമ്പായി പ്രവർത്തനങ്ങൾ, അതൊക്കെ പ്രോജക്റ്റുകളൊക്കെ സമയാസമയത്ത് തന്നെ ചെയ്ത് തീർക്കുവാൻ സാധിച്ചേക്കും. ആഗ്രഹിച്ച വിദേശയാത്രയ്ക്ക് അനുമതിയും ലഭിക്കാം. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും എപ്പോഴും അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു അവസരം വന്നു ചേരും. വിട്ടുവീഴ്ച മനോഭാവം മൂലം ദമ്പതികളിലുണ്ടായിരുന്ന അഭിപ്രായ ഐക്യം മാറിക്കിട്ടും. കർമ്മരംഗത്ത് അപ്രതീക്ഷിത മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ ചിലപ്പോൾ കർമ്മരംഗത്ത് അംഗീകാരമോ പ്രോത്സാഹനമോ ലഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിനും സാധിക്കും. വ്യാപാര വ്യവസായ മേഖലകളിൽ നിന്ന് പ്രതീക്ഷിച്ച പുരോഗതി ലഭിക്കില്ല എങ്കിലും ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് സാധിക്കും. മക്കളുടെയും ഗർമ്മമാരുടെയും ആരോഗ്യ പ്രശ്നങ്ങൾക്കായി അല്പം ശ്രദ്ധിക്കേണ്ട ആവശ്യം ഉണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും രോഗാതി ദുരിതങ്ങൾ വരുവാനുള്ള സാധ്യത കാണുന്നു. ആഗ്രഹിച്ച വിവാഹം നടക്കും എന്നുള്ള ഘട്ടം വരുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ ഉന്നയിക്കപ്പെട്ടേക്കാം. ശിവഭഗവാനെ പൂർണ്ണമായും പ്രാർത്ഥിക്കുന്നത് മൂലം അത് ഉമാമഹേശ്വര പൂജയും കൂടി ചെയ്യാമെന്ന് മനസ്സിൽ തീരുമാനിക്കുകയും സ്വയംവര മന്ത്രം ജപിക്കുകയും ചെയ്യുമ്പോൾ അത് ആ തടസ്സം മാറിക്കിട്ടും. അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനത്തെ നമ്മൾ വ്യക്തികളിൽ നിന്നോ മറ്റോ അത്യാവശ്യം ഒരു തിരിമറിക്കായി പണം ചോദിച്ചിട്ട് അത് കിട്ടാതെ വരുമ്പോൾ ധനകാര്യ സ്ഥാപനത്തെ ചിലപ്പോൾ ആശ്രയിക്കേണ്ടതായി വന്നേക്കാം. ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യം അല്പം വൈകിയാണെങ്കിലും ലഭിക്കുന്നതാണ്. ദീർഘകാലമായിട്ട് ചികിത്സയൊക്കെ നടത്തി ഒരു രക്ഷയുമില്ല എന്ന് വിശ്വസിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശാരീരിക സ്ഥിതിയിൽ മാറ്റം വരികയും ആരോഗ്യം മെച്ചപ്പെടുകയും ഒരു പുതുജീവൻ വന്നതുപോലുള്ള പ്രതീതി അനുഭവിക്കുകയും ചെയ്യാം. പൊതുവെ പറഞ്ഞാൽ മേടൻ രാശിക്കാർക്ക് ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത് മൂലം, ശിവരാത്രി വ്രതമെടുക്കുന്നത് മൂലം കൂടുതൽ ഗുണഫലങ്ങൾ ഉണ്ടാകാവുന്നതാണ്. എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥനകൾ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഇടവൻ രാശിയെ സംബന്ധിച്ചിടത്തോളം സൽസന്താന ഭാഗ്യവും വിവാഹാദി സൽക്കാരങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള ഒരു അവസരവും തൊഴിൽപരമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. ഓഹരി വിപണിയിൽ പ്രവർത്തിക്കുന്നവർക്കും ധനലാഭം പ്രതീക്ഷിക്കാം. സ്വർണ്ണാഭരണങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നേരിയ പുരോഗതി ഉണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാകും. സന്താനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ഒരു അനുമതി ലഭിക്കും. അശ്രദ്ധ മൂലം വാഹനാപകടം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് ആ ഒരു കാര്യത്തിൽ മാത്രം പ്രത്യേക ശ്രദ്ധ കൂടിയേ കഴിയൂ. രാത്രി സമയങ്ങളിൽ അപകട സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് രാത്രി സഞ്ചാരം കുറയ്ക്കുന്നത് നന്നായിരിക്കും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവിചാരിത നേട്ടങ്ങളും പ്രശസ്തി വർധനയും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനരംഗത്ത് മികവ് കാണിക്കാനുള്ള അവസരം ലഭിക്കും. അതുപോലെ തന്നെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, മീഡിയകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കഴിവുകൾ മുഴുവൻ പ്രകടിപ്പിക്കാനുള്ള സന്ദർഭം വന്നു ചേരും. സന്താന സൗഭാഗ്യത്തിനെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും. അതുപോലെ കലാ, സാഹിത്യം, സിനിമ എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങളും പ്രശസ്തിയും അംഗീകാരങ്ങളും ഉണ്ടാകാം. വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുരോഗതി ഉണ്ടാകും. മക്കളുടെ ആവശ്യത്തിനായി ധനം നമ്മൾ ശേഖരിച്ച് വയ്ക്കണം. അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കാണെങ്കിലും വിവാഹാദിമംഗള കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും അതിനുവേണ്ടി അല്പം പണം കരുതി മാറ്റിവെക്കുവാനും സാധിക്കും. അപ്പം ശിവസഹസ്രനാമം ജപിക്കുക, ശിവഭഗവാനെ പ്രാർത്ഥിക്കുക, കുവളത്തില സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ശാസ്താവിന് നീരാഞ്ജനം കൂടി കത്തിക്കുമ്പോൾ നല്ല ഫലങ്ങൾ കിട്ടുന്നത്. മിഥുനക്കൂറ് ചാരവശാൽ
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴം 12-ൽ നിൽക്കുമ്പോൾ കുറച്ച് കഷ്ടതകളൊക്കെ അനുഭവിച്ച് വിഷമിച്ചിരിക്കുന്നവർക്ക് ഈ ശിവരാത്രി വ്രതമെടുക്കുന്നത് മൂലം, ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത് മൂലം, പൂർണ്ണ ഉപവാസം എടുക്കുന്നത് മൂലം, പിതൃതർപ്പണമൊക്കെ കൃത്യമായി ചെയ്യുന്നത് മൂലം ആരോഗ്യം തൃപ്തികരമായിരിക്കും. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ അല്പസ്വല്പം ലാഭം, റിയൽ എസ്റ്റേറ്റ് മുഖേന്തരമൊക്കെ അല്പം സ്വല്പം സാമ്പത്തികം വന്നു ചേരും. യാത്രാ തടസ്സങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടും. ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾക്ക് ആവശ്യമായ പണം കിട്ടാതെ വന്ന് അല്പം വിഷമിച്ചിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ലോട്ടറി ഭാഗ്യം പോലെ എന്തെങ്കിലും ചെറിയ ധനം വന്നു ചേരാനുള്ള സാധ്യത തെളിഞ്ഞു വരും. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. ആഗ്രഹിച്ചുറപ്പിച്ച സ്നേഹബന്ധം മാതാപിതാക്കളുമായിട്ട് അവരുമായിട്ട് സംസാരിച്ച് അത് കൂടാതെ കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തുകയും അവരുടെ സഹായ സഹകരണത്തോടുകൂടി അത് ഒരു തീരുമാനത്തിലെത്തിക്കുവാനും സാധിക്കും. ഊഹക്കച്ചവടത്തിൽ നിന്നും അല്പസ്വല്പം പണലാഭം ലഭിക്കാം. അതുപോലെ ധനപരമായ നഷ്ടങ്ങൾ വരുമ്പോഴെല്ലാം അതിന് ഇതായിട്ട് വേറെന്തെങ്കിലും ഒരു കാര്യം കൂടി ചെയ്തുകൊണ്ട് അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. ഒരു പരിധിവരെ അതിൽ വിജയിക്കുകയും ചെയ്യും. ബന്ധുക്കളിൽ നിന്നും അല്പം സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. പിതൃതുല്യരായവർക്ക് അവരുടെ ഭാഗത്തു നിന്നും കുറച്ച് സഹായങ്ങൾ പ്രതീക്ഷിക്കുക. വിവാഹ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം വന്നു ചേരും. സുഹൃത്തുക്കൾ വഴിയും അതുപോലെ തന്നെ സഹോദരങ്ങൾ വഴിയുമൊക്കെ ചില സഹകരണങ്ങളുണ്ടാകും. പൊതുവെ വിഷമിച്ചിരിക്കുന്നവർക്ക് ഈ ശിവരാത്രി മുതൽ അല്പം ആശ്വാസത്തിൻ്റെ കിരണങ്ങൾ ഇവരിലേക്ക് പതിക്കുന്നതാണ്. എന്തായാലും ഭഗവാനെ പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഒരു മാനസ പൂജയെങ്കിലും ചെയ്യൂ. എല്ലാ സൽഫലങ്ങളും അനുഭവിക്കുവാൻ സാധിക്കട്ടെ. കർക്കിടകൻ രാശിക്കാർക്ക് കുടുംബജീവിതത്തിൽ വന്നിരുന്ന സ്വാരസ്യങ്ങളെല്ലാം മാറിക്കിട്ടുന്നതിനുള്ള സാധ്യത വരും. വിദേശയാത്ര വഴി സാമ്പത്തിക നേട്ടം വന്നു ചേരും. ഉദ്യോഗത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ വിജയിക്കും. അതുപോലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അല്പം മാറി നിന്നുകൊണ്ട് എല്ലാം നോക്കിക്കണ്ട് വളരെ തന്മയത്വത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ആരോഗ്യസ്ഥിതിയിൽ അല്പസ്വല്പം മെച്ചം വരും. പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള ഒരു ധനം എവിടെന്നെങ്കിലും വന്നു ചേരും. വിദേശ സഞ്ചാരത്തിനുള്ള വഴി തെളിയും. രോഗങ്ങൾക്കൊക്കെ ഒരു നല്ല ശമനം കിട്ടും. അതിന് നല്ല ഒരു ചികിത്സാ രീതിയും കണ്ടെത്തും. നിശ്ചയിച്ചുറപ്പിച്ച തീരുമാനങ്ങൾക്ക് ഒരു മാറ്റവുമില്ലാതെ അത് അതേ രീതിയിൽ തന്നെ നടപ്പിലാക്കാൻ സാധിക്കും. ആഗ്രഹിച്ച വിവാഹത്തിനുള്ള ഒരു തീരുമാനം ലഭിക്കും. വായു കഫജന്യമായ രോഗങ്ങൾക്ക് ഒരു തൽക്കാല ശമനം ലഭിക്കും. സഹോദരങ്ങളുമായി കലഹത്തിലേർപ്പെട്ട് വിഷമിച്ചിരുന്നവർക്ക് ഒരു കുടുംബ ഐക്യം വരുന്നതിനുള്ള സാഹചര്യം തെളിഞ്ഞു വരും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. കരാറടിസ്ഥാനത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതൽ നേട്ടമുണ്ടാകും. ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും വേണ്ടിയൊക്കെ സമയം കണ്ടെത്തുകയും അതിലൂടെ ഒരു പ്രശസ്തിയൊക്കെ ലഭിക്കുകയും ചെയ്യും. ഗ്രഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശനത്തിനുള്ള മാർഗം ആരായും അതുപോലുള്ള വഴിയും കണ്ടെത്തും. വിട്ടുവീഴ്ച മനോഭാവം മൂലം കുടുംബത്തിൽ ഐക്യം വന്നു ചേരും. എല്ലാവരും പരസ്പരം സഹകരിച്ച് ഉത്തമ കുടുംബത്തിൻ്റെ ഒരു പ്രതീതി വളർത്തുവാനായി സാധിക്കും. പൊതുവെ അനുകൂലമായൊരു സാഹചര്യമാണ് കർക്കിടകൻ രാശിക്കാർക്ക് ഈ ശിവരാത്രി നാൾ മുതൽ ഉണ്ടാകുന്നത്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം അനുകൂല ഭാവത്തിലേക്ക് വരുന്നു എന്നുള്ളതിനേക്കാളേറെ 10-ൽ നിൽക്കുന്ന വ്യാഴം അല്പ അലച്ചിലൊക്കെ ഉണ്ടാക്കുമെങ്കിലും രാശിനാഥനായ സൂര്യഭഗവാനെ പോലെ തന്നെ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത് പോലെ ഉപവാസം എടുത്ത് പഞ്ചാക്ഷരി മന്ത്രം ലിഖിത ജപമായോ ചൊല്ലുകയോ ചെയ്യുമ്പോൾ, ശിവപുരാണം വായിക്കുമ്പോൾ, അതുപോലെ തന്നെ ശിവസഹസ്രനാമം ചൊല്ലുമ്പോൾ, ലിംഗാഷ്ടകം ചൊല്ലുമ്പോഴെല്ലാം ഒരുപാട് മനസ്സിന് സന്തോഷവും എല്ലാവിധ കഷ്ടതകളും മാറിപ്പോകുന്നതായി അനുഭവപ്പെടും. ഇൻ്റർവ്യൂ പരീക്ഷയിലൊക്കെ നന്നായിട്ട് വിജയിക്കുവാൻ സാധിക്കും. സാഹിത്യം, കല, കായിക ഈ രംഗങ്ങളിലൊക്കെ ഒരു സ്ഥാനമാനങ്ങൾ ലഭിക്കും. അല്പം
ശ്രദ്ധക്കുറവ് മൂലം വാഹന അപകടം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വ്യാപാര വിപണന മേഖലകളിലൊക്കെ വളർച്ചയും ഉയർച്ചയും ഉണ്ടാകും. ഏറ്റെടുത്ത ദൗത്യം കൃത്യമായി ചെയ്തു തീർക്കുന്നതിന് ശ്രമിക്കും. അതുപോലെ തന്നെ ഈശ്വര പ്രാർത്ഥന മൂലം രോഗങ്ങൾ വരെ മാറുന്ന ഒരു അവസ്ഥ സംജാതമാകും. വാദദോഷങ്ങൾ, കഫ പിത്തദോഷങ്ങളെല്ലാം കുറഞ്ഞു വരും. ജീവിത പങ്കാളികളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കും. ആത്മസംതൃപ്തി, എല്ലാ കാര്യത്തിലും ഓരോന്ന് ചെയ്തു കഴിയുമ്പോഴും ആത്മസംതൃപ്തി പ്രകടിപ്പിക്കും. ഔദ്യോഗികമായി ഉത്തരവാദിത്വം വർദ്ധിക്കുകയും അത് സന്തോഷത്തോടെ ഏറ്റെടുത്ത് ചെയ്യുകയും ചെയ്യും. അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുന്നത് കുറച്ച് ശ്രേയസ്കരമാണ്. അപവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ ശ്രമിക്കണം. ബന്ധുക്കളുടെ സഹായം ആശ്വാസകരമാകും. വീണ്ടും വിചാരമില്ലാതെ എടുത്ത് അടിച്ച് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അല്പം ശ്രദ്ധിക്കണം. തൊഴിൽ രംഗത്ത് വളരെ സന്തോഷവും സമാധാനവും ലഭിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്കൊക്കെ അല്പം ആശ്വാസം ലഭിക്കുന്നതാണ്. ശിവസഹസ്രനാമം ജപിക്കുന്നത്, അതുപോലെ നഖോരമന്ത്രം ജപിക്കുന്നത്, ഉപാസന ചെയ്യുന്നവർക്കൊക്കെ ഉപാസന മുഴുമിപ്പിക്കുന്നതിന്, പൂർണ്ണ ഉപവാസം എടുത്തുകൊണ്ട് ശിവപഞ്ചാക്ഷരി ജപിക്കുന്നതിന്, വേദസാര ശിവ സഹസ്രനാമം ജപിക്കുന്നത്, ലിംഗാഷ്ടകം ജപിക്കുന്നതൊക്കെ ഒരുപാട് ഗുണഫലങ്ങൾ നൽകും. 1008 പ്രാവശ്യമൊക്കെ നമഃശിവായ എഴുതാൻ കഴിഞ്ഞാൽ അതും ഒരു പുണ്യം തന്നെയാണ്. ശിവരാത്രി നാളിൽ ശിവഭഗവാനെ പ്രാർത്ഥിച്ച് എല്ലാ സൗഭാഗ്യങ്ങളും നേടുവാൻ ശ്രമിക്കൂ. തീർച്ചയായും അതിൽ വിജയിക്കും. കന്നിരാശി, ദാമ്പത്യ അസ്വസ്ഥതകൾ വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഉമാമഹേശ്വരന്മാരെ പ്രാർത്ഥിക്കുന്ന മൂലം ആ പ്രശ്നങ്ങൾ ഈസിയായി പരിഹരിക്കപ്പെടുവാൻ സാധിക്കും. പലവിധ ദുഃഖാനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ആത്മധൈര്യം കൈവിടാതെ പ്രാർത്ഥിക്കുക. അതിലൂടെ വിജയം വരും. ഉദര രോഗങ്ങളും അൾസർ പോലെയുള്ള അൾസർ തുടങ്ങിയ രോഗങ്ങളൊക്കെ വരുമ്പോൾ മനസ്സ് നിയന്ത്രിച്ച് നമഃശിവായ ജപിച്ച് മരുന്നുകൾ കൃത്യമായി കഴിച്ച് ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ചെയ്യുന്നതോടുകൂടി എല്ലാവിധ രോഗങ്ങളും പൂർണ്ണമായി മാറി ഒരു മനസ്സമാധാനത്തിൻ്റെ ഒരു വഴിയിലേക്ക് ചെന്നെത്തുവാൻ സാധിക്കും. തൊഴിൽ സ്ഥലത്തെ എല്ലാം അനുകൂലമായി വരുന്നതാണ്. നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മൂലം ആരോഗ്യകാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തുക. അതുവഴി ആരോഗ്യം മെച്ചപ്പെടും. അതുപോലെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടതായ ഒരു സാഹചര്യം വരും. അപ്പം അതിനായി അല്പം ധനം മാറ്റിവെക്കേണ്ടതായി വരും. ഭൂമി ഇടപാടുകളിൽ നിന്നും പ്രതീക്ഷിച്ച ധനം ലഭിക്കും. ഉടമ്പടികളിലും കേസുകളിലും ഒക്കെ വിജയം വരുന്നതാണ്. അതിസാമർഥ്യം മൂലം എല്ലാം ഇങ്ങനെ അടുക്കും ചിട്ടയുമായി ചെയ്യുന്നത് മൂലം അല്പം ഒരു മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷം വരാനുള്ള സാധ്യതകളുണ്ട്. ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുന്നതോടൊപ്പം തന്നെ ശിവഭഗവാനെ മുടങ്ങാതെ പ്രാർത്ഥിക്കുകയും ശിവരാത്രി നാളിൽ പഞ്ചാക്ഷരി മന്ത്രം 1008 പ്രാവശ്യമെങ്കിലും എഴുതുകയോ ജപിക്കുകയോ ചെയ്യുമ്പോൾ പൂർണ്ണ ഫലം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വ്യാപാര വ്യവസായ വിതരണ രംഗത്തെ പ്രതീക്ഷിച്ച നേട്ടം ലഭിക്കും. തൊഴിൽ മേഖലയിൽ നല്ല പ്രതീക്ഷിച്ച വിജയങ്ങൾ വരും. അതുപോലെ കുടുംബ ഐക്യം നിലനിർത്തിക്കൊണ്ടുപോവാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നവർക്ക് ഒരു പരിധിവരെ അതിൽ വിജയിക്കുവാൻ സാധിക്കും. ഗണപതി ഭഗവാനെ ഏത്തം ഇടുന്നതോടൊപ്പം തന്നെ ശിവഭഗവാനെ ഉമാദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ, ഉമാമഹേശ്വരന്മാരെ പ്രാർത്ഥിക്കുമ്പോൾ, ശിവരാത്രി വ്രതമെടുക്കുമ്പോൾ, ശിവപുരാണം വായിക്കുമ്പോഴൊക്കെ എല്ലാവിധ സൗഭാഗ്യങ്ങളും തനിയെ വന്ന് ചേരുന്നതാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാപാര മേഖലയിൽ അല്പം നേട്ടം കുറഞ്ഞു വരും. എന്നിരുന്നാൽ പോലും അതിനെ പരിഹരിക്കുവാനുള്ള മറ്റൊരു ബിസിനസ് കൂടി ആരംഭിക്കുകയും അതിൽ വിജയം കണ്ടെത്തുകയും ചെയ്യും. നിയുക്ത പദവിയിൽ നിന്നും കുറച്ചുകൂടി ഉയർച്ച ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ആഹാര പദാർത്ഥങ്ങൾ നിർമ്മിച്ച് അത് കച്ചവടം ചെയ്യുന്നത് മൂലം അല്പം ധനലാഭം പ്രതീക്ഷിക്കാം. അതിൽ പുതിയ കാറ്ററിംഗ് യൂണിറ്റുകൾ തുടങ്ങുവാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക നേട്ടം അതുവഴി വന്നു
വന്നു ചേരും. ദമ്പതികൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിനുള്ള സാഹചര്യമുണ്ടാവും. യാത്രാ ക്ലേശമുണ്ടെങ്കിലും അത് ഒരുമിച്ചുള്ള യാത്രയായതുകൊണ്ട് ആ യാത്ര ആസ്വാദ്യകരമായി കൊണ്ടുപോകുവാൻ സാധിക്കും. അതുപോലെ അമിതാധ്വാനത്താൽ അല്പം ദേഹക്ഷീണം അനുഭവിക്കുമെങ്കിലും പ്രാർത്ഥന മൂലം അസ്വാസ്ഥ്യങ്ങൾ കുറഞ്ഞു വരുന്നതാണ്. കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. കുടുംബ കോടതിയിലും മറ്റുമൊക്കെ കേസുണ്ടായിരുന്നതൊക്കെ ഒത്തുതീർപ്പ് വരും. ചികിത്സകൾ ഫലപ്രദമെത്തും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അല്പം വൈകിയാണെങ്കിലും അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അല്പം പ്രാർത്ഥന കൊണ്ടും അതുപോലെ സമയാസമയത്ത് മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ടും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ഒരു ശമനം ലഭിക്കുകയും പൊതുവെ ഒരു സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് വഴി തെളിക്കുകയും ചെയ്യും. വൃശ്ചികക്കൂറ്. സന്താനങ്ങളെ കൊണ്ട് സന്തോഷം വർദ്ധിക്കും. തൊഴിൽ രംഗം അല്പസ്വല്പം തൃപ്തികരമായിരിക്കും. ഉദ്യോഗ കയറ്റങ്ങൾക്ക്, ഉദ്യോഗത്തിലെ മാറ്റങ്ങൾക്ക് അവസരം ലഭിക്കും. സ്വജന വിരോധമെല്ലാം കുറയും. ഔദ്യോഗിക രംഗത്ത് കൂടുതൽ അധികാരങ്ങൾ ലഭിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അല്പം അംഗീകാരവും പ്രോത്സാഹനമൊക്കെ ലഭിക്കും. പുതിയ യൂണിറ്റുകളിലൊക്കെ ഒരു സ്ഥാനവും പേരും ഒക്കെ വന്ന് ചേരും. ഉന്നത പരീക്ഷകളിൽ വിജയ ശതമാനം വർദ്ധിപ്പിക്കുന്നതിന് സാധിക്കും. വ്യാപാരികൾക്ക് ചെറുകിട വ്യവസായങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. വാഹനം മാറ്റി വാങ്ങുന്നതിനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. അല്പം വിഷമിക്കേണ്ട ഒരു സാഹചര്യവും ഇക്കൂട്ടത്തിൽ വരാം. ആരുടെയെങ്കിലും പ്രിയപ്പെട്ടവരുടെ വിയോഗം വരാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ശിവഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച മൃത്യുഞ്ജയ മന്ത്രമൊക്കെ ജപിച്ച ശിവരാത്രി നാൾ പൂർണ്ണമായി ഉപവാസം എടുക്കുമ്പോൾ മൃത്യുതുല്യമായ അവസ്ഥയിൽ നിന്നും അല്പം മോചനം ലഭിക്കുന്നതാണ്. ശിരോനാഡി രോഗികൾക്ക് വന്നിരിക്കുന്ന അസുഖങ്ങളെല്ലാം പൂർണ്ണമായി മാറുന്നതിന് പ്രാർത്ഥന കൊണ്ട് സാധിക്കും. മരുന്നുകളും പ്രാർത്ഥനയും കൊണ്ട് രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ സാധിക്കും. വിശ്വാസയോഗ്യമായ സാമ്പത്തിക ഇടപാടുകൾ ജാമ്യം നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. ജീവിത പങ്കാളിയിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുക. മുടങ്ങിക്കിടന്നിരുന്ന പല പ്രവർത്തനങ്ങളും പുതുക്കി ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ അല്പ അലസത വരുമെങ്കിലും ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് രക്ഷിതാക്കളുടെ പ്രാർത്ഥന മൂലം ആ അലസതയും ആലസ്യമൊക്കെ മാറ്റുന്നതിന് സാധിക്കും. മൂകാംബിക ദേവിയെയും ശിവഭഗവാനെയും ഒരുപോലെ പ്രാർത്ഥിക്കുക. എല്ലാ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലേക്കുള്ള അല്ലെങ്കിൽ അവരുടെ പരീക്ഷാ സമയമാകുമ്പോൾ അതിലെല്ലാം വിജയം വരുന്നതിനുള്ള മാർഗം തെളിഞ്ഞു വരും. കോടതിയിൽ പരിഗണനയിലുള്ള കേസുകളൊക്കെ വിജയിക്കുന്നുള്ള സാഹചര്യം വന്നു ചേരും. ശിവഭഗവാന് ജലധാര നടത്തുന്നത്, കൂവളത്തിൽ സമർപ്പിക്കുന്നതൊക്കെ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. വസ്തു സംബന്ധമായ തർക്കങ്ങൾക്കൊക്കെ ഒരു പരിഹാരമുണ്ടാകും. കാർഷിക രംഗത്ത് പുരോഗതി ഉണ്ടാകും. അതുപോലെ ക്രയവിക്രയ രംഗത്ത് കുറച്ച് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. ഔദ്യോഗിക ഉത്തരവാദിത്വം വർദ്ധിക്കും. കുടുംബത്തിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം വരുന്നതിന് അല്പം കാത്തിരിക്കേണ്ടതായി വരുമെങ്കിലും ഉമാമഹേശ്വര പൂജ ചെയ്യുന്നത് മൂലം, പ്രാർത്ഥനകൾ ചെയ്യുന്നത് മൂലം പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ നിയന്ത്രണത്തിലാക്കുവാൻ സാധിക്കും. മകരം രാശി. പൊതുവെ ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാകും. വിവാഹാലോചനകൾക്കുള്ള അനുകൂല സമയമാണ്. തൊഴിൽ രംഗത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെല്ലാം അല്പസ്വല്പമായി മാറിക്കിട്ടും. അസമയത്തെ യാത്രകളും ദീർഘയാത്രകളൊക്കെ ഒഴിവാക്കുവാൻ ശ്രമിക്കണം. ധനാഗമ മാർഗങ്ങളും അതുപോലെ തന്നെ വരവും ചിലവും ടാലിയാക്കി കൊണ്ടുപോകാൻ അല്പം ബുദ്ധിമുട്ടുകൾ വരുമെങ്കിലും വരവിനേക്കാൾ ചിലവ് കൂടുതലാകും. അതുകൊണ്ടൊന്ന് ചിലവ് നിയന്ത്രിക്കേണ്ടതുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അനാവശ്യ ചിന്തകളാൽ ഉറക്കം കുറയും. അപ്പം
ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച് ഭഗവാനോട് എല്ലാ ആഗ്രഹങ്ങളും സമർപ്പിച്ചു കഴിഞ്ഞ് കൂവളത്തിൻ്റെ ഇല സമർപ്പിക്കുമ്പോൾ, അതുപോലെ ജലധാര നടത്തുമ്പോഴൊക്കെ എല്ലാവിധ ശിരോരോഗങ്ങളും നിദ്രാഭംഗങ്ങളും എല്ലാം മാറിക്കിട്ടും. ഏറ്റെടുത്ത ഉത്തരവാദിത്വം കൃത്യമായി ചെയ്യുവാൻ സാധിക്കും. ദാമ്പത്യ സൗഖ്യമുണ്ടാകും. വിജയത്തിലെത്തുവാനുള്ള കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും അവനവൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും വിജയം ഉറപ്പാക്കുന്നതിനായി ഭഗവാനെ നിരന്തരം ആശ്രയിക്കുകയും പ്രാർത്ഥനയിൽ കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോൾ, അതോടൊപ്പം പഠനവും കൂടി നടത്തുമ്പോൾ എല്ലാ കാര്യങ്ങളിലും വിജയം ഉണ്ടാവും. നമഃശിവായ ജപിച്ച്, പഞ്ചാക്ഷരി ജപിച്ച്, ശിവപുരാണം വായിച്ച്, വേദസാര ശിവസഹസ്രനാമം ജപിച്ച് ശിവരാത്രി നാൾ പൂർണ്ണ ഉപവാസം എടുക്കൂ. എല്ലാവിധ കഷ്ടങ്ങളും മാറി വിജയത്തിലേക്ക് എത്തുവാൻ സാധിക്കും. കുംഭം രാശി. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. ധനലാഭത്തിനോടൊപ്പം തന്നെ കാര്യസിദ്ധിയും കൂടി ഉണ്ടാകും. ശരീരത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ വരുമെന്നുണ്ടെങ്കിലും അത് അറിയാതെ പ്രവർത്തിക്കുന്നതിനുള്ളൊരു കഴിവ് ഇവർക്കുണ്ട്. ബന്ധനാവസ്ഥകളിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കും. ദാസ്യപ്രവൃത്തി ചെയ്യേണ്ടി വന്നവർക്ക് അതൊക്കെയുള്ള മാറ്റുന്നതിനുള്ളൊരു സാഹചര്യം വന്നു ചേരും. കീഴ് ജീവനക്കാരുമായിട്ടൊക്കെ സഹകരിച്ച് പോകുവാനായിട്ട് ശ്രമിക്കും. യാത്രാവേളയിൽ നഷ്ടങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം കരുതലെടുക്കുക. അതിൽ വിജയിക്കുകയും ചെയ്യണം. കാരണം എല്ലാം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. പണമിടപാടുകളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാൻ അതിൽ ഒരു ഐക്യം, ഒരു സത്യസന്ധത പുലർത്താൻ ശ്രമിക്കുമ്പോൾ കുറച്ചും കൂടി എല്ലാം ഒന്ന് വിസിബിളാക്കി എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൽ വിജയിക്കുവാനുള്ള സാധ്യതകൾ വന്നു ചേരും. പൊതുവെ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത് മൂലം ധർമ്മശാസ്താവിനെ കൂടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ശിവരാത്രി നാളിൽ ഉപവാസമെടുത്ത് ശിവഭഗവാനെ പ്രാർത്ഥിക്കുകയും പിതൃതർപ്പണം കൃത്യമായി ചെയ്യുകയും ചെയ്യുമ്പോൾ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു ശ്രമം വിജയിക്കും. പെട്ടെന്ന് ഉണ്ടാകുന്ന പണച്ചിലവ് വരുമ്പോഴേക്കും സഹായ സഹകരണങ്ങളുമായി സുഹൃത്തുക്കൾ വരും. അതിലങ്ങനെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാകും. അകന്നിരിക്കുന്ന കുടുംബജനങ്ങളുമായി ഒരു സഹകരണം ഉണ്ടാവും. മുൻകോപം അല്പം നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. വിവാഹ കാര്യങ്ങളിലും അതുപോലെ തന്നെ പ്രണയകാര്യങ്ങളിലും ഒക്കെ ഒരു തീരുമാനമുണ്ടാവും. പുതിയ തൊഴിൽ ആരംഭിക്കുന്നതിനുള്ള ഒരു മാർഗം തെളിഞ്ഞു വരും. കൂട്ടു ബിസിനസ്സിൽ നിന്നും അല്പം ധനം പ്രതീക്ഷിക്കാം. ഏറ്റവും വിഷമിച്ചിരുന്ന സമയത്തെല്ലാം തന്നെ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത് മൂലം കാര്യങ്ങൾക്കെല്ലാം ഒരു മന്ദഗതിയിൽ പോയിരുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് പെട്ടെന്ന് ഒരു ആശ്വാസ വഴിയിലേക്ക് വരികയും ഭംഗിയായി കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുകയും ചെയ്യും. ഭഗവാന് കൂവളത്തിൽ സമർപ്പിച്ച് പൂർണ്ണ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കൂ. ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവർ മാനസപൂജയായിട്ടെങ്കിലും ഭഗവാന്റെ അഷ്ടോത്തരം ജപിക്കുന്നതായും അർച്ചന ചെയ്യുന്നതുമൊക്കെയായും മനസ്സുകൊണ്ട് ഒരു 10 മിനിറ്റ് ധ്യാനിക്കൂ. ഭഗവാനെ ധ്യാനിക്കുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരും. തീർച്ചയായിട്ടും 27 നക്ഷത്രക്കാർക്കും 12 രാശിയിലുള്ളവർക്കും ശിവരാത്രിയിലെ പ്രാർത്ഥന മൂലം ഗുണഫലങ്ങൾ സിദ്ധിക്കുന്നതാണ്. പ്രാർത്ഥനകൾ ആയുസ് നീട്ടിത്തരുന്ന മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാവിധ കഷ്ടതകളും മാറ്റും. അപ്പോൾ ദേവാദിദേവനായ മഹാദേവൻ്റെ ശിവരാത്രി ഭക്തിയോടുകൂടി ചിലവഴിക്കൂ. ശിവരാത്രി നാളിൽ ദാനധർമ്മങ്ങൾ ചെയ്യുക. അത് ശിവരാത്രി വ്രതം എടുത്തതിന് ശേഷം പിതൃതർപ്പണം ചെയ്യൂ. കഴിയുന്നതും പിതൃക്കളുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം കിട്ടുന്നതോടുകൂടി എല്ലാ നക്ഷത്രക്കാർക്കും എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാകുന്നതാണ്. അതിനായി ശ്രമിക്കൂ. പഞ്ചാക്ഷരി മന്ത്രം ജപിക്കൂ. എല്ലാം ഭംഗിയായി നടക്കട്ടെ. എല്ലാവർക്കും ശുഭമായ ശിവരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.